ഹലോ ആൾ, വെൽക്കം ടു മാർലി തോട്ട്സ്. മാർലി തോട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലക്ഷദ്വീപിലേക്കുള്ള ഷിപ്പ് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി IRCTCയിൽ എങ്ങനെയാണ് യൂസർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ എങ്ങനെയാണ് ടിക്കറ്റ് അടിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IRCTCയിൽ ടിക്കറ്റ് അടിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു യൂസർ ID ആണ്. അപ്പോൾ യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചെറിയ രീതിയിൽ ഈ വീഡിയോയിലും കൂടി പറയാം. അപ്പോൾ നമുക്ക് ആദ്യം IRCTCയുടെ വെബ്സൈറ്റിലേക്ക് കയറുന്നതിന് വേണ്ടി ക്രോം ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. ഇതിൽ ഞാൻ ലിങ്ക് കാണിച്ചു തരാം. ഇതാണ് ലിങ്ക്, lakshadweep.irctc.co.in. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. മൊബൈലിൽ കയറുന്നവർക്ക് മൊബൈൽ ആപ്പ് ഉണ്ട്. മൊബൈലിലെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ലിങ്ക് വഴി നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഈ ഇൻ്റർഫേസിൽ ഇവിടെ നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് സെലക്ട് പോർട്ട്, സെലക്ട് ഡേറ്റ് സെർച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇങ്ങനെ ഇതിൽ കയറിയിട്ട് ടിക്കറ്റ് അടിക്കാൻ പറ്റില്ല. മസ്റ്റായിട്ടും യൂസർ ID ക്രിയേറ്റ് ചെയ്ത് ആ യൂസർ ID വഴി ഇവിടെ ലോഗിൻ ഉണ്ട്. ഇവിടെ ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ആ ലോഗിൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ യൂസർ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം. ഇവിടെ യൂസർ രജിസ്ട്രേഷൻ നമ്പർ, ഇവിടെ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചെറുതായിട്ട് യൂസർ ID എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. ഈ വീഡിയോയിൽ അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്താണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ ഐലൻഡർ ആണെങ്കിൽ ഐലൻഡർ സെലക്ട് ചെയ്യുക. പെർമിറ്റ് ഹോൾഡർ ആണെങ്കിൽ പെർമിറ്റ് ഹോൾഡർ സെലക്ട് ചെയ്യുക. ഐലൻഡർ ആണെങ്കിൽ ഐലൻഡർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ കാറ്റഗറി എടുത്തിട്ട് നേറ്റീവ് ഐലൻഡർ കൊടുക്കുക. അതിൽ റെസിഡൻറ്റ് ID കാർഡ് ഹോൾഡർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഗവൺമെൻറ് ഒഫീഷ്യൽ ആണെങ്കിൽ അത് കൊടുക്കുക. സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഡിസേബിലിറ്റി ആണെങ്കിൽ ഇവിടെ ടിക്ക് ഇടുക. ബാക്കി ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യുക. ഓക്കെ, അതൊക്കെ എൻ്റർ ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട്, ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളെ യൂസർ ID ആയിട്ടും ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഉണ്ടല്ലോ, ഈ പാസ്വേഡ് വെച്ചായിരിക്കും നിങ്ങൾക്ക് ഈ അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ചെയ്യുക. പെർമിറ്റ് ഹോൾഡർ ആണെങ്കിൽ മറ്റേ പെർമിറ്റ് ഹോൾഡർ ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ യൂസർ ID ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടിക്കുക, പാസ്വേഡ് അടിക്കുക, എന്നിട്ട് ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും ആ പഴയ ഇൻ്റർഫേസിലേക്ക് തന്നെ വരും. അപ്പോൾ നമുക്കിവിടെ സെലക്ട് പോർട്ട്, നിങ്ങൾ എവിടെ നിന്ന് ഏത് സ്ഥലത്ത് നിന്ന് എങ്ങോട്ടാണോ യാത്ര ചെയ്യുന്നത് അത് ചൂസ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് പോർട്ട് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങോട്ടാണോ യാത്ര ചെയ്യേണ്ടത് ആ പോർട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ പോർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഡേറ്റിലാണോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് റിലീസിങ് ഷെഡ്യൂൾ ആദ്യം നോക്കുക. ആ ഷെഡ്യൂളിൽ ഏത് ഡേറ്റിലാണോ ഈ പ്രോഗ്രാം ഉള്ളത്, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം ഏത് ഡേറ്റിലാണോ ഉള്ളത് അത് സെലക്ട് ചെയ്തിട്ട് ആ ഡേറ്റ് നിങ്ങൾ കറക്റ്റ് ആ ഡേറ്റ് കൊടുക്കുക. ആ ഡേറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ വോയേജ് കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു വോയേജ് ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ആ കറക്റ്റ് ഡേറ്റ്, ഈ 15 ഡേറ്റ് കൊടുത്തോ, 15-ാം തീയതി കൽപ്പനി ടു ആന്ത്രോത്ത് ലക്ഷദ്വീപ് സി കപ്പലിനുള്ള ഒരു ഷിപ്പ് ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിവിടെ കാണാൻ പറ്റും ബങ്ക് 200 ബങ്ക് സെക്കൻഡ് ക്ലാസ്. ഇത് പൈസയാണ്, എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീറ്റ് അവൈലബിലിറ്റി ഇതിൻ്റെ താഴെ കാണാൻ പറ്റും. 52 സീറ്റ് അവൈലബിൾ ആണ്. ഇവിടെ 18 സീറ്റ്, ഇവിടെ 5 സീറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ പച്ചയിൽ കാണിക്കുന്നത് അവൈലബിൾ, ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റ്, റെഡ് ആണെങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് ഇപ്പോൾ ഇവിടെ ഈ ടിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ കളറിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് ഇതിൽ ബങ്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ബങ്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ പാസഞ്ചർ ഓൾറെഡി നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ തന്നെ പാസഞ്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ വീട്ടിലെ 10 പേരെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള 10 പേരെ ആഡ് ചെയ്യാൻ പറ്റും. അതിൽ ആരൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവരെ അത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പാസഞ്ചർ ആഡ് ചെയ്യുന്നു. ഒരു പാസഞ്ചർ ആഡ് ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. ഓക്കെ, പാസഞ്ചർ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള സീറ്റൊക്കെ കാണിക്കും. ഇവിടെ
എന്നിട്ട് നമുക്ക് അവൈലബിൾ സീറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ഏതാണോ അത് ചൂസ് ചെയ്യുക. എന്നിട്ട് ആ പാസഞ്ചറിൻ്റെ ഇത് കാണിക്കും, അതിൽ ഒന്നുകൂടി ടിക്ക് ഇടുക. ടിക്കറ്റ് വരുമ്പോൾ കൺഫേം സീറ്റ് കണ്ടോ ഇവിടെ, കൺഫേം സീറ്റ് എന്നതിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഈ ഒരു സാധനം ടിക്ക് ചെയ്യണം, അതായത് സെൻഡ് ബുക്കിംഗ് ഡീറ്റെയിൽസ് വയ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പിൽ ലഭിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സാധനം ടിക്ക് ചെയ്യുന്നത്. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം പേ ആൻഡ് കൺഫേം. അടുത്തതായി ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോകും. UPI ആണെങ്കിൽ UPI നിങ്ങൾ UPI ചൂസ് ചെയ്യുക. ഓക്കെ, 200 രൂപയാണ് ചാർജ്, അത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് അതിൽ UPI കൊടുക്കുക. നിങ്ങൾ UPI ID ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അത് കൊടുക്കുക. QR യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ കൊടുക്കുക. ഓക്കെ, QR ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ മൊബൈലിൽ നിന്ന് Google Pay ഓപ്പൺ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്യണം. ഓക്കെ, സ്കാൻ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ടിക്കറ്റ് വരും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്തതാണ്. ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ടിക്കറ്റ് ആൾറെഡി വന്നു കഴിഞ്ഞു. ഇവിടെ ടിക്കറ്റ് വന്നു. നമുക്ക് ആ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഡൗൺലോഡ് ടിക്കറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഡൗൺലോഡ് ടിക്കറ്റിൽ നമുക്ക് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണിപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് നമ്മൾ ലാക്ക് പോർട്ട് പോലെ വലിയ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഈ ടിക്കറ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് മൈ ബുക്കിങ്സ് എടുക്കുക. മൈ ബുക്കിങ്സ് എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് കാണാൻ പറ്റും. അതിൽ ടിക്കറ്റ് എടുക്കുക. മൈ ബുക്കിങ്സിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ക്യാൻസൽ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്യാൻസലേഷനിൽ അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് റീഫണ്ട് പോളിസി എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റിൻ്റെ റീഫണ്ട് പോളിസിയെക്കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ക്യാൻസൽ ടിക്കറ്റ് അടിക്കുക. എന്നിട്ട് നിങ്ങളെടുത്ത ടിക്കറ്റ്, നിങ്ങളെ പേര്, ഇത് പാസഞ്ചറിൻ്റെ ടിക്കറ്റാണോ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടത്, അതിവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ക്യാൻസൽ ടിക്കറ്റ് അടിക്കുമ്പോൾ നമുക്ക് റീഫണ്ട് കാണാൻ പറ്റും. ഇതുണ്ടോ, നമ്മുടെ മൊബൈലിലേക്ക് OTP വരും. OTP വരുമ്പോൾ എന്നിട്ട് ആ OTP എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താവും, ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. നമുക്ക് റീഫണ്ട് എമൗണ്ട് എത്രയാണ് കിട്ടിയത്, 200 രൂപയാണ് ടിക്കറ്റ് എടുത്തത്. ഇത് 150 രൂപ റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 20 രൂപ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് IRCTCയുടെ ഈ ഒരു ഷിപ്പ് ടിക്കറ്റ് വെബ്സൈറ്റിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. IRCTCയുടെ പുതിയ ഷിപ്പ് ടിക്കറ്റ് വെബ്സൈറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. പെർമിറ്റ് ഹോൾഡേഴ്സിൻ്റെ ടിക്കറ്റൊക്കെ അടിക്കുന്ന ടൈമിൽ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എന്തായാലും വരും ദിവസങ്ങളിൽ പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങളുടെ സംശയങ്ങളും മറ്റ് അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.